ഇതാ പാലക്കാട് നെല്ലിയാമ്പതിയിൽ വൈദ്യുതി പോസ്റ്റുകൾ ലയത്തിന് മുകളിലേക്ക് വീണിരിക്കുന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന് മുകളിലേക്ക് വീണിരിക്കുന്നു. പാലക്കാട് അട്ടപ്പാടിയിലെ റോഡ് ഒലിച്ചു പോയിരിക്കുന്നു. അട്ടപ്പാടി ധോണികുണ്ട് കാരാർ റോഡിലെ അപ്രോച്ച് റോഡാണ് ഒലിച്ചു പോയത്. സച്ചിൻ ഉണ്ട് നമ്മളോടൊപ്പം വിവരങ്ങളുമായി. സച്ചിൻ, മഴ കനക്കുന്നതോടൊപ്പം തന്നെ മഴക്കെടുതിയും രൂക്ഷമാവുകയാണ്. ലയങ്ങൾക്ക് മുകളിലേക്ക് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണിരിക്കുന്നു. ഒപ്പം തന്നെ അട്ടപ്പാടിയിൽ റോഡ് ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മനു, ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയിലാണ് പാലക്കാട് നെല്ലിയാമ്പതിയിലെ വീടുകൾക്ക്, അതായത് എസ്റ്റേറ്റ് ചന്ദ്രമല എസ്റ്റേറ്റിലെ വീടുകൾക്ക് മുകളിലാണ് ഇത്തരത്തിൽ 3 പോസ്റ്റുകൾ ഒടിഞ്ഞു വീണിട്ടുള്ളത്. ചന്ദ്രമല എസ്റ്റേറ്റിലെ ലയങ്ങൾക്ക് മുകളിലേക്കാണ് ഈ പോസ്റ്റുകൾ ഒടിഞ്ഞു വീണിട്ടുള്ളത്. നിലവിൽ യാതൊരുവിധ പരിക്കുകളും ഉണ്ടായിട്ടില്ല. അത് വലിയൊരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ശക്തമായ രീതിയിൽ മലയോര മേഖലയിൽ മഴ പെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ രാത്രിയോടുകൂടെ 3 പോസ്റ്റുകൾ ഈ ചന്ദ്രമല എസ്റ്റേറ്റിലെ ലയങ്ങൾക്ക് മുകളിൽ വീണിട്ടുള്ളത്. ഈ മേഖലയിലാകെ വൈദ്യുതി ബന്ധം നിശ്ചലമായ ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ പാലക്കാട് അട്ടപ്പാടിയിലെ അതേപോലെ തന്നെ ധോണികുണ്ട് റോഡ്, അപ്രോച്ച് റോഡ് ഒലിച്ചു പോയിട്ടുണ്ട്. അതും ഇന്നലെ രാത്രിയിൽ പെയ്ത ശക്തമായ മഴയിലാണ് ഇത്തരത്തിൽ റോഡ് ഒലിച്ചു പോയത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഇവിടെ പൂർണ്ണമായ രീതിയിൽ ഗതാഗതം നിലച്ച അവസ്ഥയാണ് നിലവിലുള്ളത്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലയിൽ ശക്തമായ മഴ തന്നെയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. മനു, ശരി, ഏതായാലും വലിയ തോതിൽ മഴ പെയ്യുന്നു. മഴ വലിയ നാശങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പാലക്കാട് നിന്നുള്ള വിവരങ്ങളാണ് വന്നത്. പത്തനംതിട്ട ജില്ലയിലും മഴ നാശങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ വരുന്നു. തിരുവല്ല പൊടിയാടിയിൽ മരം വീണ വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. പ്രദേശത്ത് വൈദ്യുതി ബന്ധം മുടങ്ങിയിരിക്കുകയാണ്. കോന്നിയിൽ വലിയ നാശനഷ്ടമുണ്ടായിരിക്കുന്നു. കോന്നി ഇളകൊള്ളൂരിൽ വീടിന് മുകളിലേക്ക് മരമൊടിഞ്ഞു വീണു. ആർക്കും പരിക്കില്ല എന്നത് ആശ്വാസകരമായ വാർത്ത അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ നാട് ഒട്ടുക്ക് മഴ പെയ്യുന്നു. മഴ പെയ്യുമ്പോൾ ദുരന്തങ്ങളും കൂടെ പെയ്യുകയാണ്.